വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കാര്യമാണ് ഇതെന്താ ചകിരിക്കൂടാണോ, ഇതെന്താ കിളിക്കൂടാണോ, ഇതിൻ്റെ അകത്ത് പാമ്പുണ്ടോ, ഇതിൻ്റെ അകത്ത് പഴുതാരയുണ്ടോ, ഇതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഇറങ്ങി വരുമോ, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ നിങ്ങൾ പല തവണ കേട്ടിട്ടുണ്ടാവും. ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ മുടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എൻ്റെ മുടിക്ക് കുഴപ്പമുണ്ടായിരുന്നു, ഇപ്പോൾ അടുത്ത ഫോട്ടോ എടുക്കാൻ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. എൻ്റെ മുടിയും നല്ല ഫ്രിസി ആയിട്ട് കേളി ആയിട്ടുള്ള ഹെയർ ആയിരുന്നു. എൻ്റെ കാലക്കേടിന് ഞാൻ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഇപ്പോഴൊന്നുമല്ല, വർഷങ്ങൾക്ക് മുന്നേ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതൊരു പരുവമായി. പിന്നെ എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാണ്ട് മുടി ഇടാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ, പക്ഷേ നമുക്ക് പല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്രിസി ആയിട്ടുള്ള കേളി ഹെയർ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണാം. കാര്യം ഞാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ കുറച്ച് DIY ഹോം റെമഡീസും ലാസ്റ്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പ്രോഡക്റ്റ് ഡീറ്റെയിൽസും പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കേളി ഹെയർ ആണ്, ഫ്രിസി ഹെയർ ആണ്, അപ്പോൾ വീട്ടിൽ തന്നെ എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, പൈസ ചിലവാക്കി മീൻസ് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റില്ലാത്തവരുണ്ടല്ലോ, അവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് ഹോം റെമഡീസ്. ഓക്കെ, അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ എന്നെ ആദ്യമേ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് പാർവതി. ഓക്കെ, കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് റീൽസ്, ഷോർട്സ്, കൊച്ചു വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലോട്ട് പോവാം. ഇൻസ്റ്റാഗ്രാം ID വന്നിട്ട് parvathynanduoffcl എന്നാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും എന്നോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ വരിക, ഒരു ഹായ് അയയ്ക്കുക, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരും. ഓക്കെ, റിപ്ലൈ അല്ല മീൻസ് എനിക്ക് മെസ്സേജ് അയച്ചവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, അവരിപ്പോൾ കാണുന്നുണ്ടാവും. ഹായ്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫ്രിസി ഹെയർ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രൈനെസ്, ഡാമേജ്, പിന്നെ ബ്രേക്കേജ്, ഇതൊക്കെ നമ്മുടെ മനസ്സിലോട്ട് വരുമല്ലേ. അപ്പം ഇതെല്ലാം എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം? ഇതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? വരണ്ട് ഉണങ്ങിക്കിടക്കുക, അവിടെ വെള്ളമില്ല. ഓക്കെ, വെള്ളം ഇല്ലാത്തതാണ് അവിടുത്തെ പ്രധാന പ്രശ്നം. അതായത് മോയ്സ്ചർ നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഹെയറിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ സെറ്റായിട്ട് കിടക്കും. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഡൂസ് ആൻഡ് ഡോൺസ്, എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും ചൂടുവെള്ളത്തിൽ തല കുളിക്കാനായിട്ട് പാടില്ല. ഓക്കെ, തണുപ്പുള്ള സമയത്ത് നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കാറുണ്ട്. എല്ലാവരും തലയിൽ കൂടെ തിളച്ച വെള്ളം കോരി ഒഴിക്കുന്നതല്ല ഞാൻ പറയണത്, എന്നാലും ചൂടുവെള്ളത്തിൽ കുളിക്കണവരുണ്ട്. ഓക്കെ, ഞാൻ മാക്സിമം അത് അവോയ്ഡ് ചെയ്യും. തല മാത്രം തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് ദേഹം ചൂടുവെള്ളത്തിൽ കുളിക്കാറുണ്ട് തണുപ്പുള്ള സമയത്ത്. അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾ തണുപ്പുണ്ടെങ്കിലും തല മാക്സിമം കോൾഡ് വാട്ടറിൽ റിൻസ് ചെയ്യാനായിട്ട് നോക്കുക. അതായത് തണുത്ത വെള്ളത്തിൽ കഴുകാനായിട്ട് നോക്കുക. ചൂടുവെള്ളം മാക്സിമം അവോയ്ഡ് ചെയ്യാം. ചൂടുവെള്ളത്തിൽ കഴിഞ്ഞാൽ ഹെയർ കൂടുതലായിട്ട് ഫ്രിസി ആവത്തേ ഉള്ളൂ. സോ ബെറ്റർ എപ്പോഴും തണുത്ത വെള്ളത്തിൽ റിൻസ് ചെയ്യാനായിട്ട് നോക്കുക. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമ്മൾ തല വാഷ് ചെയ്യണം, സ്കാൽപ്പ് വാഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഷാമ്പു യൂസ് ചെയ്താലേ പറ്റുള്ളൂ. പക്ഷേ ഷാമ്പു യൂസ് ചെയ്യുമ്പം ഈ ഫ്രിസി ഡ്രൈ ഹെയർ ഉള്ളവർ അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ അവർ മാക്സിമം ഷാമ്പു ചെയ്യൽ ഷാമ്പു ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മുടി വല്ലാണ്ടാവും എന്ന് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, എനിക്കായാലും പണ്ട് എപ്പോഴും യൂസ് ചെയ്യുന്നൊരു ഷാമ്പു ഉണ്ടല്ലോ, ക്ലിനിക് പ്ലസ് ഒരുടെ സാഷേ, സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പു അല്ലെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡർ, അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, ഇങ്ങനെ ഇരിക്കും മുടി, ആ ഒരവസ്ഥയായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഷാമ്പൂസ് ഒന്നും മാക്സിമം യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. എപ്പോഴും അങ്ങനത്തെ പ്രോഡക്റ്റ്, അതായത് ഷാമ്പൂ കണ്ടീഷണേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ടേംസ് ഉണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. അതായത് മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള, ഫ്രിസ് കൺട്രോൾ ആയിട്ടുള്ള, മീൻസ് ഫ്രിസ് കൺട്രോൾ എന്നൊക്കെ അതിൽ ടേംസ് ഉണ്ടാവും. ഫ്രിസ് കൺട്രോൾ, മോയ്സ്ചറൈസിങ് എന്നൊക്കെ ടേംസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഷാമ്പൂ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. കണ്ടീഷണർ സെലക്ട് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. നറിഷിങ്, ഹൈഡ്രേറ്റിംഗ്, അങ്ങനത്തെ ടേംസ് ഒക്കെ ഉള്ള അതിൽ എഴുതിയിട്ടുണ്ടാവും. ഹൈഡ്രേറ്റിംഗ്, നറിഷിംഗ് എന്നൊക്കെ ഉള്ള ടേംസ് അങ്ങനെ കൊടുത്തിട്ടുള്ള ഷാമ്പൂവും കണ്ടീഷണറും എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത്, നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് ഫ്രിസി ആക്കാതെ അതിൻ്റെ പണി ചെയ്തോളും. ക്ലെൻസിങ് ചെയ്തോളും, കണ്ടീഷനിങ്ങിന് കണ്ടീഷൻ ചെയ്തോളും, നറിഷ്മെൻറ്റിന് നറിഷ്മെൻറ്റ് ഉണ്ടാവും. അപ്പം ഫ്രിസ് കൺട്രോൾ ചെയ്ത് നിർത്തുകയും ചെയ്യും, നമ്മുടെ കാര്യം നടക്കുകയും ചെയ്യും. മനസ്സിലായോ? അതുപോലെ തന്നെ എടുക്കുമ്പോഴത്തേക്കും ഹൈഡ്രേറ്റിംഗ് ഡീറ്റോക്സ് ഷാമ്പൂസ് സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ഹൈഡ്രേറ്റിംഗ് ഡീറ്റോക്സ് ഷാമ്പൂ. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് ഏതെടുക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന ടവൽ. ഓക്കെ,
ടവലിൻ്റെ കാര്യം വരുമ്പോൾ ഇപ്പോഴും നമ്മുടെ തോർത്ത് നാടൻ രീതിയിൽ തോർത്ത് തലയിൽ കെട്ടുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഇതിങ്ങനെ. ഓക്കെ, അത് ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക. ഓക്കെ, എൻ്റെ അമ്മയുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു അമ്മ എന്നോടൊന്ന് ചോദിക്കണ പറയും, എൻ്റെ മുടി എന്താണ് ഇങ്ങനെ ഇരിക്കണത് ചകിരി മാതിരി എന്ന് എന്നോട് വന്ന് ചോദിക്കും. ഞാൻ പറയാം അമ്മ എന്തിനാ തോർത്ത്, അമ്മ ഇപ്പോഴും തോർത്തിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ തിരുമും. അപ്പോൾ ഞാൻ പറയാം അമ്മ അങ്ങനെ ചെയ്യരുത്, സോഫ്റ്റ് ആയിട്ടുള്ള വല്ല ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് എടുത്ത് വെച്ചിട്ട് ലൈക്ക് കെട്ടി വയ്ക്കുകയോ തുടയ്ക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ പിഴിഞ്ഞെടുക്കുക എന്തെങ്കിലും ചെയ്യുക. ഇതല്ല, ഇതിട്ട് ഇങ്ങനെ ഒരു നമ്മളിപ്പോൾ കുഞ്ഞിലേ അങ്ങനെ തന്നെയല്ല, ഞാനായാലും പണ്ട് തൊട്ടേ അങ്ങനെയായിരുന്നു. പിന്നെയാണ് അറിവ് വന്നു തുടങ്ങിയത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അതായത് ഒരിക്കലും റഫായിട്ടുള്ള ക്ലോത്ത് എടുത്ത് വെച്ചിട്ട് നിങ്ങളുടെ തലമുടി തിരുമാനായിട്ട് പാടില്ല. എപ്പോഴും മൈക്രോ ഫൈബർ ടവൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ യൂസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ടീഷർട്ട്സ് ഇല്ലേ, അതെടുത്ത് വെച്ചിട്ട് തലയിൽ കെട്ടി വയ്ക്കുക. അത് ഇരുന്ന് ഉണങ്ങിക്കോളും, എയർ ഡ്രൈ അല്ലേ, തലേ ഇരുന്ന് ഉണങ്ങിക്കോളും. ഇവിടെ മാത്രം തോർത്തി കൊടുക്കുക, അപ്പോഴത്തേക്കും ലൈക്ക് നീരിറങ്ങത്തില്ലല്ലോ. ഇവിടെയൊക്കെ തോർത്തി കൊടുത്തു കഴിഞ്ഞാൽ നീരിറങ്ങുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ടവൽസ് എടുക്കുമ്പം എപ്പോഴും അത് ശ്രദ്ധിക്കുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മുടെ മുടി ചീകുന്ന ചീപ്പാണ്, കോംബ്. ഓക്കെ, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വൈഡ് ടൂത്ത് കോംബ് എടുക്കാനായിട്ട് നോക്കുക. അതായത് നല്ല വിടവുള്ള പല്ലുകളുള്ള ചീപ്പ്, അത് വെച്ചിട്ട് തല ചീകാനായിട്ട് നോക്കുക. പ്രത്യേകിച്ച് കേളി ഫ്രിസി ഹെയർ ഉള്ളവരൊക്കെ. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് പോകാനുള്ള സ്പേസ് അതിൽ കൂടുതലാണ്. മാത്രമല്ല നിങ്ങൾക്ക് അറിയാലോ, ഇങ്ങനെ ആക്കുമ്പോഴേ കയറി അങ്ങ് ഉടക്കും, പിന്നെ ഇളക്കിയെടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേസമയം വൈറ്റ് ടൂത്ത് കോംബ് ആണെങ്കിൽ നമുക്ക് നല്ലപോലെ ഫ്രിസ് മാറ്റിയിട്ട് ചീകാനായിട്ട് പറ്റും. നമ്മൾ ആ ഫ്രിസിനെസ് കുറയ്ക്കാനായിട്ട് എപ്പോഴും കണ്ടീഷനിങ് ചെയ്തിട്ട് ഒരു വൈറ്റ് ടൂത്ത് കോംബ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെറുതായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. വൈറ്റ് ടൂത്ത് കോംബ് യൂസ് ചെയ്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പം പ്രോഡക്റ്റ് എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ആവുകയും ചെയ്യും, അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷ് എപ്പോഴും കഴുകുക. ഓക്കെ, വൺസ് ഇൻ എ വീക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അഴുക്കൊക്കെ കയറി ഇരുന്നിട്ട് നമ്മുടെ മുടിയിൽ അത് പറ്റിപ്പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മുടെ ചീപ്പ്, അത് ഇനിയിപ്പം ഫ്രിസി ഹെയർ ആണെങ്കിലും ഇപ്പം എൻ്റെ ഇങ്ങനെ കിടക്കുന്ന ഹെയർ ആണെങ്കിലും സ്മൂത്ത് ഹെയർ ഉള്ളവരാണ് ആരാണെങ്കിലും ചീപ്പ് എപ്പോഴും ക്ലീൻ ചെയ്യുക. ഒരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്തിട്ട് വൺസ് എ വീക്ക് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ട്രൈ ടു അവോയ്ഡ് ഹീറ്റിംഗ് ടൂൾസ് മാക്സിമം. ഓക്കെ, അതാണ് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്. മാക്സിമം ഹീറ്റിംഗ് ടൂൾസ് യൂസ് ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക. അപ്പം ഞാൻ ചെയ്ത പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, എനിക്ക് ഫ്രിസി ഹെയർ ഉണ്ടായിരുന്നപ്പോൾ എപ്പോഴും ഇവിടെ ഇങ്ങനെ ഇതായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഹീറ്റിംഗ് ടൂൾസ് യൂസ് ചെയ്യും. അത് ഞാനില്ല, ഇനിയിപ്പം ഞാൻ പറഞ്ഞാലും നിങ്ങളത് ചെയ്യും, ഇല്ലയെന്നല്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫ്രണ്ടിൽ കുറച്ച് നല്ല പോലെ കിടക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു പോർഷൻ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിടാം. ബാക്കി ഹെയർ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതൊരു നല്ലൊരു ഓപ്ഷനാണ്. എപ്പോഴും അപ്പം ഹീറ്റിംഗ് ടൂൾസ് യൂസ് ചെയ്യേണ്ടി വരില്ല, അതങ്ങനെ തന്നെ കിടന്നോളും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ഹീറ്റിംഗ് ടൂൾസ് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. എയർ ഡ്രൈ ചെയ്യാനായിട്ട് നോക്കാം. മുടി ഉണങ്ങുമ്പോഴത്തേക്കും ഉണക്കാനായിട്ട് നമ്മുടെ ബ്ലോ ഡ്രയർ യൂസ് ചെയ്യാതെ സാധാ ഇട്ടിട്ട് അങ്ങനെ എയർ ഡ്രൈ ചെയ്ത് ഉണക്കാനായിട്ട് നോക്കുക. അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഈ മുടി കേളി ഹെയർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും എനിക്കറിയാവുന്നവരടുത്തൊക്കെ ഞാൻ പറയുന്ന കാര്യം, ഒരിക്കലും കേളി ഹെയർ ഞാൻ ചെയ്ത മിസ്റ്റേക്കും കൂടെയാണ്. കേളി ഹെയർ ഒരിക്കലും ചീകി നേരെ ആക്കാനായിട്ട് നോക്കരുത്. നേരെ ആക്കുമ്പോഴാണത് ഒരുമാതിരി പുഫി ലൈക്ക് ഭുമ്മനെ ഇരിക്കണത്. ലൈക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. ആ കേൾസിനൊരു ഡെഫിനിഷൻ ഉണ്ടാവില്ല കാണാനായിട്ട്. അപ്പോൾ അത് കിട്ടാനായിട്ട് എന്ത് ചെയ്യുക, വാഷ് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളിങ്ങനെ സ്ക്വീസ് ചെയ്യുക മേലേക്ക്. ഇങ്ങനെ ലൈക്ക് മുടി ഫ്രണ്ടിലോട്ടിട്ട് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുക്കുക മേലേക്ക്, എന്നിട്ട് ബാക്കിലോട്ടിട്ട് അങ്ങനെ ഇട്ടങ്ങ് ഉണക്കിയെടുക്കുക. ഓക്കെ, കണ്ടീഷനിങ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കോംപ് ചെയ്യുമല്ലോ, കോംപ് ചെയ്തിട്ട് വൈറ്റ് ടൂത്ത് കോംപ് ചെയ്തിട്ട് വാഷ് ചെയ്യുക. കണ്ടീഷണർ വാഷ് ചെയ്ത് കളയുക. ചെറിയ രീതിയിൽ കണ്ടീഷണർ ഇരുന്നാലും കുഴപ്പമില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഹെയർ അത്രയ്ക്കും ഫ്രിസി ആയതുകൊണ്ട് കണ്ടീഷണർ കിടന്നാലും അത് നമ്മുടെ ഹെയർ ഭയങ്കര സ്മൂത്തായിട്ട് കിടക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് വാഷ് ചെയ്ത് കളയണം നിർബന്ധമില്ല. ഒരു 80% വാഷ് ചെയ്ത് കളഞ്ഞ് ബാക്കി ഇട്ടാലും ഇറ്റ് ഈസ് ഓക്കെ. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് സ്ക്വീസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കേൾ ഡിഫൈനിങ് ക്രീം യൂസ് ചെയ്യാം. കേൾസ് ഉള്ളവരാണെങ്കിൽ കേൾ ഡിഫൈനിങ് ക്രീം യൂസ് ചെയ്ത് ജസ്റ്റ് കേൾസ് ഡിഫൈൻ ചെയ്തിടുകയോ, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കേൾ ഡിഫൈനിങ് ക്രീം ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ മേലേക്ക് സ്ക്വീസ് ചെയ്തിടുമ്പോഴത്തേക്കും ഫ്രണ്ടിലോട്ടേക്ക് മുടിയിട്ട് സ്ക്വീസ് ചെയ്യുക. എന്നിട്ട് ബാക്കിലോട്ട് ഇട്ട് കൊടുക്കുക. സ്ക്വീസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അങ്ങനെ ഇട്ടങ്ങ് ഉണക്കുക. അപ്പോൾ നല്ല രീതിയിൽ ആ കേൾസ് ഡിഫൈൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും.
ഇത് പെട്ടെന്ന് കിട്ടണം എന്നില്ല, പക്ഷേ നിങ്ങൾ ഗ്രാജുവലി ഇത് ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ കേൾസ് നിങ്ങളുടെ നോർമൽ രീതിയിൽ വരും. കാര്യം നിങ്ങൾ അത്രയും നാൾ ആ ഹെയറിനെ അത്രയും ടോർച്ചർ ചെയ്തിട്ടേക്കാണ്, ചീകിയിട്ടാണെങ്കിലും തിരുമിയിട്ടാണെങ്കിലും ഒക്കെ ടോർച്ചർ ചെയ്തിട്ടേക്കല്ലേ. അപ്പോൾ തിരിച്ച് ആ ഒരു ബാക്ക് സ്റ്റേജിലോട്ട് അത്രയും പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു നോർമൽ സ്റ്റേജിലോട്ട് വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. പക്ഷേ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങളുടെ ഹെയർ നല്ല മെയിൻറ്റെയിൻഡ് ആയിട്ട് കിടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പോകരുത്. ലാസ്റ്റ് നമ്മൾ ഹോം റെമഡീസ് പറയുന്നുണ്ട്, അതായത് നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് ഹെയർ മാസ്കിൻ്റെ കൂട്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഹെയർ സിറംസ് ആണ്. ഫ്രിസ് കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങളൊരു ഹെയർ സിറം തീർച്ചയായിട്ടും യൂസ് ചെയ്യാനായിട്ട് നോക്കാം. നിങ്ങളുടെ ഒരു ഹെയർ റുട്ടീനിൽ ഹെയർ സിറം കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, ഇപ്പം യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ നോക്കുക ഹെയർ സിറം. ഇപ്പം ലോറിയലിൻ്റെ ഒരു ഹെയർ സിറം കിട്ടും, ഞാനിവിടെ കൊടുത്തേക്കാം, അല്ലെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തേക്കാം വാങ്ങിക്കാനുള്ള. അതുപോലെ തന്നെ ലിവോണിൻ്റെ ഹെയർ സിറം, ഇതെല്ലാം അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റിയതാണ്. അടിപൊളി ഹെയർ സിറം ആണ് കേട്ടോ. ലോറിയൽ ഞാൻ സജസ്റ്റ് ചെയ്യണത് ലോറിയൽ, അതുപോലെ തന്നെ ലിവോൺ. ഇത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട 2 സിറംസ് ആണ്, അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റിയ. ഇത് രണ്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുടി ഒന്ന് ഉണങ്ങി ഒരു 80% ഉണങ്ങിയിട്ട് ഒരു ചെറിയൊരു ഡാംനെസ് ഉണ്ടാവും, അതായത് ചെറിയൊരു നനവുണ്ടാവും, എന്നാൽ നനവില്ല, ആ ഒരു സ്റ്റേജ് വരുമല്ലോ. ആ സമയത്ത് ജസ്റ്റ് ഒന്ന് മുടിയിലിട്ട് ഒന്ന് കൈവച്ച് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഹെയർ ലെങ്ത്തിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് ലീവ് ഇറ്റ്. ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ഹെയറിന് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം കേട്ട് കഴിഞ്ഞാൽ ഈ പെണ്ണുപിള്ളേക്ക് എന്തോ പ്രാന്താണോ എന്ന് ചോദിക്കും പലരും, എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ ഉള്ള പെൺകുട്ടികൾക്കൊക്കെ ഈ ഒരു കാര്യം അറിയാം. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇരുന്ന് ഈ കാര്യം പറഞ്ഞാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടം പോലെ പേരുണ്ട്. നേരത്തെ ഞാൻ ഈ കാര്യം പറയുകയാണെങ്കിൽ എന്നോട് കുളിക്കാതെ നടക്കുകയാണല്ലേ, എന്താണെന്നല്ലേ, ദിവസവും കുളിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കേൾക്കാറ് കുളിക്കാതെ നടക്കുകയാണല്ലേ എന്നിട്ട് പറയും. എൻ്റെ അമ്മയോടോ അമ്മയോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഓട്ടിക്കും എന്നെ. പക്ഷേ ഞാൻ പേഴ്സണലി ചെയ്യുന്നത് ഒന്നുകിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് കുളിക്കുക, അല്ലെങ്കിൽ എൻ്റെ ഹെയർ എപ്പോഴാണ് ഓക്കെ വൃത്തികേടായി എന്ന് തോന്നുമ്പോൾ അപ്പോൾ കുളിക്കുക, അതാണ് ഞാൻ ചെയ്യാറ്. അല്ലാതെ ഡെയിലി കുളിക്കലില്ല. ഓക്കെ, ഇതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സോറി, ഡെയിലി കുളിക്കലില്ല എന്ന് ഉദ്ദേശിച്ചത് തല വാഷ് ചെയ്യില്ല എന്നാണ്, മേല് കഴിക്കില്ല എന്നല്ല. ഓക്കെ, അപ്പോൾ കേളി ആൻഡ് ഫ്രിസി ഹെയർ ഉള്ളവർ തീർച്ചയായിട്ടും ഡെയിലി കുളിക്കാതിരിക്കാനായിട്ട് നോക്കുക, ഹെയർ വാഷ് ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക. ബിക്കോസ് അത് കൂടുതലായിട്ട് നിങ്ങളുടെ ഹെയർ ഫ്രിസി ആക്കത്തേ ഉള്ളൂ. എത്രത്തോളം നിങ്ങൾ വാഷ് ചെയ്ത് കളയോ അത്രത്തോളം നിങ്ങളുടെ മുടി ഫ്രിസി ഡ്രൈ ഡാമേജ് അങ്ങനെ ആയി പോകത്തേ ഉള്ളൂ. ഓക്കെ, ശ്രദ്ധിച്ചാൽ അറിയായിരിക്കും. അപ്പോൾ കേൾസ് ഉള്ളവർ അല്ലെങ്കിൽ ഫ്രിസി ഹെയർ ആയിട്ടുള്ളവർ മാക്സിമം നിങ്ങളൊരു ഷെഡ്യൂൾ ചെയ്യുക, ഓൾട്ടർനേറ്റ് ഡേയ്സോ 2 ഡേയ്സ് ഒരിക്കലോ അങ്ങനെയൊക്കെ ഹെയർ വാഷ് ചെയ്യാനായിട്ട് നോക്കുക. ഈ പറയുന്ന കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് നോക്കുക. ഇറ്റ്സ് എ ഗെയിം ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു കാര്യമാണ്. എന്താണെന്നല്ലേ, നമ്മുടെ പില്ലോ കവർ. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന പില്ലോ കവർ കോട്ടൺ ആണ്, അത് നിങ്ങൾ നോക്കണ്ട. പക്ഷേ ശരിക്കും അതൊരു ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സാറ്റിൻ പില്ലോ കവർ യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കേൾസ് കവർ ചെയ്യാൻ അല്ലെങ്കിൽ ഹെയർ കവർ ചെയ്ത് കിടക്കാനുള്ള ക്യാപ്പൊക്കെ ഇപ്പോൾ കിട്ടും, സാറ്റിൻ തുണിയിലുണ്ടാക്കിയ ക്യാപ്പൊക്കെ കിട്ടും. ഒന്നുകിൽ അത് യൂസ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ പില്ലോ കവർ സാറ്റിൻ തുണി യൂസ് ചെയ്യുക. സിൽക്ക് സാറ്റിൻ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. കോട്ടൺ പില്ലോ കവറിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അത് വെള്ളം കുടിക്കുന്നു അങ്ങനെയല്ല, വെള്ളം പിടിച്ചെടുക്കും, പെട്ടെന്ന് മോയ്സ്ചർ ഇങ്ങനെ വലിച്ചെടുക്കും. ഓക്കെ, അപ്പം എന്നിട്ട് നമ്മുടെ ഹെയറിനെ കൂടുതൽ ഫ്രിസിയാക്കും. അപ്പം അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നിങ്ങളൊരു സാറ്റിൻ പില്ലോ കവറോ സിൽക്ക് പില്ലോ കവറോ ഏതായാലും യൂസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ വൺസ് എ വീക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഭയങ്കര നറിഷിങ് ആയിട്ടുള്ള ഒരു ഹെയർ മാസ്ക്, കണ്ടീഷനിങ് ആയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഹെയർ സ്പാ ചെയ്യുക, ഫ്രിസ് കൺട്രോളിങ് ഹെയർ സ്പാസ് ഒക്കെ ഇപ്പോൾ ഉണ്ടല്ലോ, അത് പോയി ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഹെയർ മാസ്ക് യൂസ് ചെയ്യുക. ഓക്കെ, അതിൽ അവക്കാഡോ ഓയിലും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഹെയർ മാസ്കുകളൊക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. അവക്കാഡോ ഓയിൽ ഫ്രിസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് അവക്കാഡോ ഓയിൽ എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ഹെയർ മാസ്കുകളൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് ലീവ് ഇറ്റ് ആൻഡ് വാഷ് ഇറ്റ്. നിങ്ങൾക്ക് നല്ല ഫ്രിസ് ഫ്രീ ആയിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള കേൾസ് അല്ലെങ്കിൽ ഹെയർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഹെയർ മാസ്ക് ആണ്. ആദ്യം പറയാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ മാസ്ക് ആണ്. നമ്മുടെ ബനാന പഴം വച്ചിട്ടുള്ള ഒരു ഹെയർ മാസ്ക്. പഴം വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ഓക്കെ, എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള
2 ബനാനാസ് എന്ന് പറയുന്നത് ഏത്തപ്പഴം ആൻഡ് നമ്മുടെ റോബസ്റ്റ. ഓക്കെ, ഈ 2 പഴമാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഫ്രിസി ഹെയർ ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്തത് എനിക്ക് വർക്ക് ആയിട്ടുള്ള 2 ബനാനാസ് എന്ന് പറയുന്നത് ഈ 2 പഴമാണ്, റോബസ്റ്റയും ഏത്തപ്പഴവും, നല്ല പഴുത്തതേ. ഓക്കെ, ഒരു ബനാന എടുക്കുക, ഒരു പഴം എടുക്കുക, അത് നന്നായിട്ട് തന്നെ ഉടയ്ക്കുക, സ്മാഷ് ചെയ്യുക. അതിൻ്റെ അകത്തേക്ക് ഒരു 2 ടീസ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുക്കുക, തേൻ. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിലോ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വെളിച്ചെണ്ണ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഹെയർ ലെങ്ത്തിലും സ്കാൽപ്പിലും എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 20 to 25 മിനിറ്റ്സ് അങ്ങനെ അങ്ങ് ഇട്ടേക്കുക. എന്നിട്ട് സാധാ രീതിയിൽ വാഷ് ചെയ്ത് ഷാംപൂ ആൻഡ് കണ്ടീഷൻ ചെയ്ത് കളയുക. നല്ല എക്സ്ട്രീംലി ഫ്രിസി ഹെയർ ഉള്ളവർക്ക് വർക്കാവുന്ന ഒരു അടിപൊളി കണ്ടീഷനിങ് ഹെയർ മാസ്ക് ആണ് ബനാന ഹെയർ മാസ്ക് എന്ന് പറയുന്നത്. അടുത്ത ഹെയർ മാസ്ക് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ മാസ്ക് ആണ്, തൈര് കൊണ്ടുള്ള ഹെയർ മാസ്ക്. നമുക്ക് വേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന് തൈര്, രണ്ടാമത്തത് ഹണി. ഇത് രണ്ടും നമ്മുടെ ഹെയർ നന്നായിട്ട് ഡീപ്ലി കണ്ടീഷൻ ചെയ്യാനും നമ്മുടെ മോയ്സ്ചറൈസർ റീറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന 2 സാധനങ്ങളാണ് തൈരും ഹണിയും. അപ്പോൾ ഒരു 2 to 3 ടേബിൾ സ്പൂൺ ഓഫ് തൈര് എടുക്കുക, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓഫ് ഹണി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഹെയർ ലെങ്സിൽ മൊത്തത്തിൽ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ്സ് അങ്ങനെ അങ്ങ് വിട്ടേക്കുക. തണുപ്പ് ഇറങ്ങി നീരിറങ്ങി അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ മാസ്ക് ഒക്കെ ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട്. അത് ഇച്ചിരി പാടുള്ള പ്രശ്നമാണ്, അപ്പം അത് ശ്രദ്ധിക്കുക. എന്നിട്ട് ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക. ഇത് നോർമലി അങ്ങ് കഴുകി കളഞ്ഞാൽ മതി, അങ്ങ് പോവും. പക്ഷേ ബനാന ഹെയർ മാസ്കിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് തരി ഉണ്ടെങ്കിൽ മുടിയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് രണ്ടും ഫ്രിസ് കൺട്രോൾ ചെയ്യാൻ പറ്റിയ കണ്ടീഷനിങ് ആയിട്ടുള്ള 2 മാസ്കാണ് ഈ 2 ഹെയർ മാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 2 മാസ്കും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ വന്നിട്ട് കോമെൻറ്റ് ചെയ്യുക. അപ്പോൾ പ്രോഡക്റ്റ് ഏതൊക്കെയാണ് എൻ്റെ സജഷൻസ് എന്നുള്ളത് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രൈ ആയിട്ടുള്ള ഫ്രിസി ആയിട്ടുള്ള ഹെയർ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ താഴെ കോമെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.